ബൈനോക്കൽ ടോക്സിൻ്റെ ഒരു പുത്തൻ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നിങ്ങൾ ഒരുമാതിരിപ്പെട്ടവരൊക്കെ പോയിട്ടുണ്ടാവും ഈ സ്ഥലം കേട്ടോ. ഇത് മുഴുപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ച്, അതായത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ച് എന്നറിയപ്പെടുന്നത് കേട്ടോ. ഏതാണ്ട് 5 കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്നു. കണ്ണൂരും തലശ്ശേരിക്കും ഇടയ്ക്കാണ് കേട്ടോ. അത് നമ്മുടെ ദേശീയപാതയ്ക്ക് സമാന്തരമായിട്ടാണ് ബീച്ച് കിടക്കുന്നത്. ആണ്ടല്ലോ നമ്മുടെ രഥം നമ്മളിതാ ബീച്ചിൽ കൊണ്ടിറക്കി. ഇത് നമ്മൾ സ്ഥിരം പോകുന്ന നമ്മുടെ വണ്ടിയല്ല കേട്ടോ. ഇത് ഒരു സ്വിഫ്റ്റാണ്. സ്വിഫ്റ്റ് അല്ല കേട്ടോ, ബ്രസ. നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, ജിതേഷ് എന്നും പറഞ്ഞ്, അദ്ദേഹത്തിൻ്റെ വണ്ടിയാണ്. നമ്മുടെ വണ്ടി സർവീസിന് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ വണ്ടിയും കൊണ്ടാവുന്നത് കേട്ടോ. ഉണ്ടല്ലോ നമ്മൾ ബീച്ചിലിറക്കി. അവിടെ എന്നെ മനോഹരമായിട്ട് കിടക്കുന്നത് നല്ല തിക്ക് മണലാണ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത അതാണ്. ഈ വീല് ഇതിനകത്ത് അധികം പുതഞ്ഞു പോകാത്ത നല്ല തിക്ക് മണലാണ്. നല്ല കുഞ്ഞ് അത് നല്ല പുട്ടിഞ്ഞ് നൈസായ മണലാണ്, നല്ല ചേർന്നിരിക്കുന്നു. ആ കടലിൻ്റെ ഭംഗിയൊക്കെ ഉണ്ടാവും. എന്താ സ്റ്റൈല്, എന്നെ സുഖമാണെന്നൊരു ഇട്ട് കൂട്ടിക്കാൻ. അടിപൊളി കേട്ടോ. ഇത് മൊത്തം 5 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. പക്ഷേ 1 കിലോമീറ്റർ ഒരു സൈഡിൽ പണി നടക്കുന്നുണ്ട്. ഹൈടെക് ബീച്ച് പണിയുന്നുണ്ട്. 1 കിലോമീറ്ററും 200 മീറ്ററും കൂടെ ചേർത്ത്. പക്ഷേ അതിൻ്റെ പണിയൊന്നും ആയിട്ടില്ല. പണിയൊക്കെ തീർന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു ചാനലിൽ കണ്ടായിരുന്നു. ഞാൻ പണിയൊക്കെ തീർന്നോർത്താണ് ഞങ്ങൾ വന്നേ. പണിയൊന്നും തീർന്നിട്ടൊന്നുമില്ല. കല്ലൊക്കെ വാരി അടുക്കിയിട്ടേ ഉള്ളൂ. ചുമ്മാ നേരത്തോടെ തറയിൽ കൂടെ വാരി ഇട്ടിട്ടേ ഉള്ളൂ. പിന്നെ അതിൻ്റെ സൈഡിൽ മറ്റേ ഇതിൻ്റെ ഈ വെള്ളം കയറാതിരിക്കാൻ കെട്ടാനുള്ള കല്ലൊക്കെ കൊണ്ട് അവിടെ ഇറക്കിയിട്ടേ ഉള്ളൂ. അങ്ങോട്ട് കടത്തി വിടത്തില്ല. പിന്നെ അവിടെ കുറേ പനയൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. പനയുടെ മണ്ടയൊക്കെ പിടിച്ച് കെട്ടി വെച്ചേക്ക് ഒന്നും ആയിട്ടില്ല. എന്നാലും ഒരു വർഷത്തിനുള്ളിൽ തീരുമെന്നൊന്നും നമുക്ക് തോന്നുന്നില്ല. പണിതാ അടിപൊളിയായിരിക്കും കേട്ടോ. എല്ലാവർക്കും ഇരിക്കാനും കാണാനും ഒക്കെ അടിപൊളിയായിരിക്കും. അത് നല്ല ചെയ്യുന്ന നല്ല സെറ്റപ്പായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ പണിയൊന്നും തീർന്നിട്ടില്ല. ഹൈടെക്കിലോട്ട് ആവും. നമ്മളവിടെ വന്നപ്പോഴേ അവിടെ വേണ്ട കമ്പവല വലിക്കുന്നുണ്ട്. നമ്മളവിടെ നിർത്തി ഇറങ്ങി. ഇത് കണ്ടോണേ, ഒരു മറ്റേ എന്നാ പറയുന്ന പരല കോല ഉണ്ടാവും. അതൊക്കെ അവിടെ നിന്ന് അത് അവരുടെ ഇതിനകത്ത് നിങ്ങളുടെ കാക്ക എടുത്തുകൊണ്ട് പോയി. ഒരെണ്ണം ആ ചേട്ടൻ എടുത്തു. ആ ചേട്ടൻ ഓർത്ത് ഞാനത് പെറുക്കാൻ നിൽക്കുവാന്ന്. ഇനി കണ്ടോ വേറൊരു സാധനം കണ്ടോ. താഴോട്ട് 2 കാലൊക്കെ വെച്ച് ഒരു കുഞ്ഞൻ മീൻ. ഇതിനെ അവർ ഉപയോഗിക്കണമെന്നില്ല കേട്ടോ. ഭയങ്കര ബലമുള്ള മുഴുവൻ കേട്ടോ. നമുക്കിതിൻ്റെ പേരൊന്നും അറിയത്തില്ല കേട്ടോ. പിന്നെ ഈ ഒത്തിരി ഫിഷിങ് വീഡിയോകൾ കാണുന്നവർക്ക് ഇതിൻ്റെ പേരൊക്കെ അറിയാം. ഇത് കണ്ടോ, നമ്മൾ തൊട്ട് കഴിയുമ്പോൾ അവനെ ഒട്ടുക്കത്തെ ബലമാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ അവനവിടെ അനങ്ങാതെ കിടക്കുന്നത്. തറയിലിട്ട് കാണിക്കാവേ. കണ്ടോണേ, ഇപ്പോൾ അവനവിടെ അനങ്ങാതെ കിടക്കും കേട്ടോ. ഇഷ്ടംപോലെ ഉണ്ട്. ഒന്നും ചത്തിട്ടൊന്നുമില്ല. കാക്ക പോലും പറിക്കൊണ്ട് പോകുന്നില്ല കേട്ടോ. അതിനെ അതുപോലെ മുള്ള കേട്ടോ. നല്ല ബലമുള്ള ഇത് കണ്ടോണേ. അല്ല, ഇതെല്ലാം ജീവനുള്ള മീനാണ് കേട്ടോ. ഇപ്പോൾ അവൻ അനങ്ങാൻ കിടക്കും. നമ്മൾ തൊട്ട് കഴിയുമ്പോഴത്തേനും അവൻ ഉണ്ടാവും നൂർത്ത് സെറ്റാക്കും ഉണ്ടാവും. തൊടായിരുന്നു അവനത് അനങ്ങാതെ കിടക്കും. നമ്മൾ ഇപ്പോൾ തൊടുമ്പോഴത്തേനും അവനെല്ലാം നല്ല ബലമാക്കി വെച്ച്. ഇനി നമുക്ക് അവനെ എടുത്ത് നമ്മുടെ ഏണി നാട്ടി വെക്കുന്നില്ല, തറയെ നാട്ടി വെക്കാം. അതേ കേട്ടോ. എന്നാ മീനാന്ന് നമുക്കറിയത്തില്ല കേട്ടോ. അവരതിന് ഉപയോഗിക്കുന്നില്ല. പിന്നെ അത് കോലെ കൊണ്ട് ഭയങ്കര ഇതായിരിക്കും കേട്ടോ. നല്ല ബലമാണ്. അത് വല വലിക്കുന്ന ഇത് ബീച്ചിൻ്റെ ഒരൊറ്റ എത്തി കേട്ടോ. അത് അരുവാൾ ചുറ്റിയ നക്ഷത്രമൊക്കെ പണിത് വെച്ചേക്കണ്ട കടലിൽ. ഇത് ബീച്ചിൻ്റെ ഒരു സൈഡെത്തി. നമ്മൾ ഇനി അടുത്ത സൈഡിലോട്ട് തിരിച്ചു പോകും. അപ്പുറത്തെ സൈഡിലാണ് പണി നടക്കുന്നത് കേട്ടോ. അവിടെയാണ് 1 കിലോമീറ്റർ ദൂരത്തിൽ മറ്റേ ഇരിക്കാനും ഒക്കെ ആയിട്ട് ഇതൊക്കെ പാകി നല്ല സെറ്റായിട്ട് പണിയുന്നത്. നല്ല രസം കേട്ടോ. നല്ല ഈ കടലിൻ്റെ ഈ സൈഡ് നല്ല തീരത്തോട് ചേർന്ന് നല്ല ആഴക്കുറവാണ് കേട്ടോ. ഞങ്ങൾ നല്ല വെള്ളത്തിൽ ഇറക്കി ഓടിക്കുന്നത് അത് ലെൻസായി കൂടെ ക്യാമറയിൽ കൂടെ എല്ലാം വെള്ളം വേണതേ കേട്ടോ. ഒരിക്കലെങ്കിലും പോകണം കേട്ടോ എല്ലാവരും. നല്ല രസമല്ലേ, നമുക്കൊരു പ്രത്യേക അനുഭവമല്ലേ കടൽ തീരത്തിൽ കടലിനകത്ത് വണ്ടി ഓടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ വണ്ടി കൊണ്ട് അന്നേരം ഉപ്പുവെള്ളമാണ്, അത് ഓർത്തോണം. അത് കഴിഞ്ഞ് അന്നേരം കൊണ്ട് സർവീസ് ചെയ്തോണം കേട്ടോ. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി നേരം ഓടിച്ചു കേട്ടോ. ഒത്തിരി നേരം ഓടിച്ച് ഇതിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കൂലേ. നല്ല രസം, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, വേറൊന്നും പറയാനില്ല. 4-5 കിലോമീറ്റർ കേട്ടോ. നമ്മുടെ ഫ്രണ്ടിൽ അഭ്യാസം കാണിക്കുന്നുണ്ടോ, വരുന്നുണ്ടോ. നമ്മൾ വന്നപ്പോൾ ഒരു 10 മണി സമയമായുള്ളായിരുന്നു കേട്ടോ, രാവിലെ. അതുകൊണ്ട് ആൾ കുറവാണ്. ഇപ്പോൾ അവർ പറഞ്ഞു ഉച്ച കഴിയുമ്പോഴത്തേനൊക്കെ ഭയങ്കര ആളായിരിക്കും. ഉച്ച കഴിഞ്ഞ് പിന്നെ വണ്ടിയുടെ മേളമായിരിക്കും എന്ന് പറഞ്ഞു. ഓടിക്കാൻ പഠിക്കുന്നവരും പിന്നെ ഇതാകുമ്പോൾ വണ്ടിക്ക് ഒരു പിടുത്തം ഉള്ളതുകൊണ്ട് ഒരുമാതിരിപ്പെട്ട സ്പീഡിൽ കാല് കൊടുത്താൽ വണ്ടി കയറി പോകത്തില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് ഓടിക്കാം. കടലിനകത്തോട്ട് ഓടിക്കരുത്. അടുത്ത വണ്ടി ഉണ്ടാ സടുക്ക് പുടുക്കിയെന്നും പറഞ്ഞാൽ വണ്ടി വരുന്നത്. അവിടെ എല്ലാ ആൾക്കാരുണ്ട്. നമ്മൾ ഇച്ചിരി ഇറക്കി, നമ്മൾ ഇറക്കുമ്പോൾ തിര കയറി വരുന്നുണ്ട്. അപ്പർ സൈഡിൽ വെള്ളം വരുന്നത് കേട്ടോ. അങ്ങേ സൈഡിലൊക്കെ ഇഷ്ടംപോലെ വണ്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. വലിയ വണ്ടി ട്രാവലറൊക്കെ വന്നിട്ടുണ്ട്. ട്രാവലർ ഇറക്കണ കണ്ടില്ല, വേറെ എവിടെ നിന്ന് ഒരു ടൂർ പോകുന്ന വണ്ടിയാണ്. ഇഷ്ടം പോലെ ആൾക്കാരും ഉണ്ട്. ആ വല വലിക്കുന്നുണ്ടോ, കമ്പവല. ഈ വല വലിക്കുന്ന കണ്ടിട്ടുണ്ടോ. ഇതിന്റെ 2 അറ്റം, ഇതിന്റെ അതേ സൈഡ് തന്നെ അപ്പുറത്ത് ലൈനായിട്ട് നിൽക്കുന്ന ആൾക്കാരും കേട്ടോ. ഇതവർ വലിച്ച്
വല കൊണ്ട് കൂട്ടിമുട്ടിക്കുന്നിടത്താണ് വേറെ പരിപാടി അവസാനിക്കുന്നത്. കണ്ടോ, ഓരോ വലിച്ചു കൊണ്ടിടുന്ന ആൾക്കാർ ഓരോരുത്തർ നടന്നു പോകുന്നു, വീണ്ടും അടുത്തടുത്ത് പിടിക്കുന്നു, പുറകോട്ട് നടന്ന് വരുന്നു, അവിടുന്ന് പിടിവിടുന്നു, പിന്നെ ഫ്രണ്ടോട്ട് പോകുന്നു. ഇതിൻ്റെ ഒരു സൈഡിൽ ഒരു വള്ളത്തെ കയറ്റുന്നുണ്ട്, കയറും വലയെല്ലാം കൂടെ മടക്കി കയറ്റുന്നുണ്ട്. ഒരു വള്ളം കിടപ്പുണ്ട്, ഇതാണ്ട് ഈ വെള്ളം കണ്ടോ, ഈ വെള്ളത്തിലോട്ട് കയറ് ഉപയോഗിക്കുന്നുണ്ടോ, ആ സൈഡിലോട്ട് കൊണ്ട് മടക്കി കയറ്റുന്നുണ്ട്. അതിൻ്റെ അങ്ങേ സൈഡ് വീണ്ടും ഒരു മടക്കുന്നുണ്ട്. ഈ അപ്പുറ സൈഡാണ് പണി നടക്കുന്നത് കേട്ടോ. വേണ്ട, ഓരോരുത്തർ ഇട്ടേച്ച് നടന്ന് പോകുന്നുണ്ടോ. പോയി അടുത്ത വലയെ പിടിക്കും, അവിടെ നിന്ന് തിരിച്ച് വീണ്ടും കയറി വരും. ഇഷ്ടംപോലെ കൊഞ്ചായിരുന്നു കേട്ടോ, കൊഞ്ച് ഇഷ്ടംപോലെ എന്നല്ല, ഇന്നത്തെ പണിയൊക്കെ നഷ്ടം. ചില ദിവസം ഒന്നും കിട്ടത്തില്ലെന്നൊക്കെയാണ് ചേട്ടന്മാർ പറഞ്ഞത്. സ്ഥലം മുഴുത്ത കൊഞ്ചാ. ഇത് കൊഞ്ച് വരുന്നുണ്ട് കാണിക്കുക. എന്ത് കണ്ടോ, ഈ വല ഇങ്ങനെ വളഞ്ഞ് കിടക്കും കേട്ടോ. ആ വലയുടെ രണ്ടറ്റമായി വലിച്ചു പൊട്ടിക്കുന്നത് കണ്ടോ. ഒരാൾ അവിടെ ആ കടത്തീരത്ത് തന്നെ മടക്കി കൂട്ടുന്നുണ്ട്, ഒരെണ്ണം ആ വള്ളത്തേലും കയറ്റുന്നുണ്ട്. ഇനി ഇവരിത് കൊണ്ടിടും, പിന്നെയും വലിക്കും. കുറേ നേരം കഴിയുമ്പോൾ പിന്നെയും വലിക്കും. നല്ല ദൂരത്തിലായിട്ടോ കൊണ്ടിരുന്നത്. ഏകദേശം വല അടുത്ത് വന്നു കണ്ടോ, വല തപ്പി മുട്ടി. കണ്ടോ, ഇനി മീനെ അവർ അടുപ്പിച്ച് കൊണ്ടിരും കേട്ടോ. ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് അവരന്നിട്ട് കോരിയെടുക്കും. കണ്ടോണേ, കണ്ടോ, ഒരാൾ സൈഡിൽ വലിച്ചു വിടുന്നത്. എന്നാ നീളമെന്നറിയാം വലയ്ക്ക്. അങ്ങ് കടലിൽ കൊണ്ടിട്ടേച്ച് പിന്നെ കയറ് കരയ്ക്ക് കൊണ്ടുവച്ച് ഇങ്ങനെ വലിച്ച് കയറ്റും. നമ്മളെ പെട്ടെന്ന് നിന്നൊന്നും വലിച്ചു തീരത്തില്ല കേട്ടോ. കുറേ സമയം കഴിയും ഇത് വലിച്ച് കയറി വരാൻ. എന്നിട്ട് രണ്ടാൾക്കാർ താഴെ പിടിക്കുന്നുണ്ട്, അത് സൈഡിൽ കൂടെ ഉള്ളതൊക്കെ ചാടിപ്പോയിരിക്കാൻ വേണ്ടി പിടിക്കുന്ന. എത്ര പേരാന്ന് നോക്കി പണിയെടുക്കുന്ന ഈ വെയിലത്ത്. പിന്നെ കഷ്ടമാണ് നോക്കി, ഇവർ ഇങ്ങോട്ട് വലിക്കുമ്പോൾ തെര അങ്ങോട്ട് വലിക്കും. അവിടം വരെ ആയതേ ഉള്ളൂ കേട്ടോ. ആ ചേട്ടൻ ഇങ്ങ് മടക്കി കയറി വരണം. ഇനി ഞങ്ങൾക്ക് ഒത്തിരി നേരം നിന്ന് കേട്ടോ. കണ്ടോ, മീൻ ചാടുന്നുണ്ടോ, കൊഞ്ചാണ്, കൊഞ്ചുണ്ട്, കോലായുണ്ട്, ഏതാണ്ടല്ലോ അടുത്ത് കണ്ടോ, അടുപ്പിച്ച് കൊണ്ടിരുന്നത്. എന്നെ ഫ്രഷാണെന്നറിയോ. കണ്ടോ, അടുപ്പിച്ച് കൊണ്ടുവന്ന് കുറച്ച് മീനെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഒരു 3-4 പ്രാവശ്യത്തെ വലിക്കായി കേട്ടോ. അപ്പുറത്തെ സ്ഥലത്ത് അവർ കൊണ്ടുണ്ട്, ഞണ്ട് കിടക്കുന്നുണ്ട്. 3-4 വലിക്കായി. ഇനി ഇവരിടും. കണ്ടോ, മീനായപ്പോഴത്തേനും ചുറ്റുവട്ടം നിന്നവരെല്ലാം വീഡിയോ എടുക്കാൻ വന്നു കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഇവരുടെ പണിയെ നമുക്ക് ശല്യം ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ അങ്ങോട്ട് അടുപ്പിച്ച് വരുമ്പോഴത്തേനും അവർ വല ഇങ്ങോട്ട് വലിക്കും, നമ്മുടെ കാലെ തട്ടും, പിന്നെ അവർക്കത് ശല്യമാവും. വണ്ടി കളിച്ച് മാറി എന്നൊക്കെ എടുക്കുന്നത്. അത് ശ്രദ്ധിച്ചോണേ, അവരുടെ പണിയെ മെനക്കെടുത്തരുത്. പാവങ്ങൾ ഈ മുതുവെയിലത്ത് നിന്ന് വലിക്കുന്നത്. അതേ കണ്ട, കൂട്ടി കണ്ട, നല്ല പെടക്കണ കൊഞ്ച്, കോല ഏതാണ്ടൊക്കെ ഉണ്ട്. ഇനി അവരത് ഒരു കുട്ട കൊണ്ടുവന്നുണ്ട്. ആ കുട്ടയ്ക്കകത്തോട്ട് അവർ കോരി എടുക്കും കേട്ടോ. അതിന് മൊത്തം കൊഞ്ചാണ് കേട്ടോ. ഇത്രയും മീനേ ഉള്ളൂ, അത്രയും വല വലിച്ചിട്ട് ഉണ്ടോ. കഷ്ടം. നങ്കല്ല, എന്നാ പറഞ്ഞ നങ്ക് കൂടുതലും കൊഞ്ചാട്ടോ. അതിനകത്തൊരു സ്രാവിൻ്റെ മറ്റേ സ്രാവില്ലേ, അതുണ്ട്. അതിലൊക്കെ പിടിച്ച് കിടക്കുന്നതിനെയൊക്കെ എടുത്ത് കേട്ടോ. അവർ കരയ്ക്ക് കൊണ്ടിട്ട് ഇത് കണ്ടോ, ഇവിടെ കൊണ്ടിട്ട് അവർ തിരിയും. ഓരോ സാധനമായിട്ട് അവർ തിരിയുന്നുണ്ടേ. കണ്ടോണേ, ആ കൊട്ടയ്ക്കകത്തൊരു സെക്ഷൻ, ഈ കൊട്ടയ്ക്കകത്തൊരു സെക്ഷൻ കണ്ടോ, വാരി ഇടുന്നത്. അതിനകത്ത് ഞണ്ടുമൊക്കെ ഉണ്ട് കേട്ടോ. ഞണ്ടിനെ അവർ ഇതിനകത്ത് വാരിയിടുന്നു. വേറെ ചെറുത് അതിൻ്റെ വലിപ്പം കുറഞ്ഞ ഒരിടത്തോട്ട് മാറ്റിയിടുന്നു. കോല ഒരു സൈഡിലോട്ട് മാറ്റിയിടുന്നത്. അത് പിന്നെ ഏതാണ്ടെല്ലാം മൂന്നുണ്ട്. അവിടെ തന്നെ കിടന്ന കേട്ടോ. കടൽപ്പാമ്പോ, ഇതിനെയൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളൊക്കെ എൻ്റെ പേര് പറഞ്ഞു കേട്ടോ. നിങ്ങളൊക്കെ ഒത്തിരി കടൽ മീനുകളുടെ വീഡിയോ കാണുന്നതല്ലേ കേട്ടോ. ഇത് സുന്ദരി മീൻ, കിളിമീനെ പെയിൻ്റ് അടിച്ചാന്ന് തോന്നുന്നു. എന്നാ കട്ടിയുള്ള മുള്ളാന്നറിയോ. അത് ഓർമ്മ അവരെടുത്തത്, അത് കൊള്ളുകയില്ലാത്താന്ന് തോന്നുന്നു. അവരെടുത്ത് കളഞ്ഞു. ഞാനത് കിടക്കുന്ന കണ്ടുകൊണ്ട് എടുത്താ. ചത്തിട്ടില്ല കേട്ടോ. അവിടെ ഇരിക്കുന്ന കാക്കയ്ക്കും പൂച്ചയ്ക്കും ഒന്നും മീനൊന്നും വേണ്ട. മീനൊക്കെ അവിടെ ഇഷ്ടം പോലെ കിടക്കും. അങ്ങനെ നമ്മൾ മുഴപ്പിലങ്ങാട് ഇത്രയൊക്കെ കാണാനുള്ളൂ. മുഴപ്പിലങ്ങാട് ബീച്ച്, ഡ്രൈവിങ്, മീൻ, അത്രയേ ഉള്ളൂ. നമ്മളത് പതുക്കെ ഇവിടെ പുറത്തോട്ട് അടി. നമ്മൾ അങ്ങേ വഴിയാണ് കയറിയ നമ്മളിത് ഇപ്പർ സൈഡിൽ മുഴപ്പിലങ്ങാട് നിന്ന് പുറത്തോട്ട് അടി. ഇനി നമ്മൾ നമ്മുടെ തട്ടക സ്ഥലമായ എറണാകുളത്തേക്ക് യാത്രയാകുന്നു കേട്ടോ. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും നന്ദി.